ഹലോ നമസ്കാരം. വെൽക്കം ബാക്ക് ടു മല്ലു ടെക്കീസ്. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഓൺലൈനായിട്ട് ലോൺ എടുക്കാനുള്ള ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതിന് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് മണി വ്യൂ എന്നായിരുന്നു അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ പേര്. അത് നമുക്ക് ആൻഡ്രോയിഡ് യൂസേഴ്സിനെല്ലാം നമുക്ക് ഗൂഗിൾ പേ യൂസ് ചെയ്യുന്നത് പോലുള്ള ഫോൺ പേ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന അതേ സെയിം മെത്തേഡിൽ ക്യാഷ് അയക്കാനും നമുക്ക് അങ്ങനെയൊക്കെ ബാങ്ക് അക്കൗണ്ടൊക്കെ ആഡ് ചെയ്ത് UPI പേയ്മെൻറ്റും കാര്യങ്ങളും ബില്ലും കാര്യങ്ങളും എല്ലാം അടയ്ക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമുക്ക് മണി വ്യൂവിനകത്ത് തന്നെ അതിനെക്കുറിച്ച് ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നമ്മൾ ആ മണി വ്യൂ കൂടെ എല്ലാ ട്രാൻസാക്ഷനൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് നിന്ന് ലോൺ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെ കൂടുതലാണെന്നല്ല, എമൗണ്ട് നല്ല രീതിക്ക് കൂടിയ രീതിയിലുള്ള എമൗണ്ടും തിരിച്ചടയ്ക്കാനുള്ള കാലാവധിയും കൂടുതലായിട്ട് കിട്ടും. ഒരു വർഷം എന്നുള്ളത് 2 വർഷമായിട്ട് കിട്ടും. അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രത്യേകത തന്നെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുന്നത് മറ്റൊന്നുമല്ല, ബ്രാഞ്ച് എന്നുള്ളൊരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഒരു വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പ് അപ്ലൈ ചെയ്ത സമയത്ത് എനിക്ക് ആ ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടിയത് 2500 ആയിരുന്നു. പക്ഷേ ഇതിൽ ഹിസ്റ്ററി ഒന്നും കാണുന്നില്ല. ഏകദേശം ഞാനിപ്പോൾ അത് കഴിഞ്ഞിട്ട് 2 ഞാൻ ഒരുമിച്ച് എടുത്തായിരുന്നു. അതിൻ്റെ ഹിസ്റ്ററി ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നമുക്ക് ആ ആപ്ലിക്കേഷൻ നോക്കുമ്പോഴത്തേക്ക് എനിക്കിവിടെ പിന്നെ കിട്ടിയിട്ടുള്ളത് 6000 രൂപയാണ്. 6000 രൂപയിൽ 460 രൂപ അവരുടെ ഫീസായിട്ട് പിടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 120 രൂപ പ്രൊട്ടക്ഷൻ ഫീസായിട്ട് അവർ പിടിച്ചിട്ടുണ്ട്. പ്രൊട്ടക്ട് ഫീസ് എന്നുള്ള രീതിയിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മൂന്നാമത്തേതോ ആയപ്പോഴത്തേക്ക് ഞാൻ പേയ്മെൻറ്റ് ഫുള്ളായിട്ട് അങ്ങ് അടച്ചു. 6000-ൻ്റെ പേയ്മെൻറ്റ് ഫുള്ളായിട്ട് അടച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അടച്ചേക്കുന്നത് ഫെബ്രുവരി 8-ാം തീയതി. ഫെബ്രുവരി 19:45 അടുത്ത എമൗണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതായത് റീപേയ്മെൻറ്റ് നമ്മൾ ചെയ്ത് ഇത്ര മണിക്കൂറിനകത്ത് കറക്റ്റ് അപ്ഡേഷൻ ആയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ലിമിറ്റ് കൂട്ടി കിട്ടി. അപ്പോഴത്തേക്ക് 10,000 ആയിട്ട് എടുത്ത് 766 രൂപ പ്രൊട്ടക്ഷൻ ഫീസ് കാര്യങ്ങളുമായിട്ടൊക്കെ എടുത്ത് അത്രയെല്ലാം ഞാൻ ഇത് കാണിച്ചു തന്നതാണ്. പിന്നെ നമുക്ക് എനിക്ക് അടയ്ക്കാനുള്ള പേയ്മെൻറ്റ് തിരിച്ചടയ്ക്കാനുള്ള, ഇപ്പോൾ 10,000 രൂപ എടുത്തതിൽ തിരിച്ചടയ്ക്കാനുള്ള ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10,900 രൂപ, അതായത് 11,000 രൂപ. നമുക്ക് 2,000 രൂപ നഷ്ടം വരും. എന്നാലും അത്യാവശ്യത്തിന് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് അക്കൗണ്ടിനകത്ത് ക്രെഡിറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഇത് വന്നേക്കുന്നത്. 1440. അതൊന്നും വലിയൊരു എമൗണ്ട് അല്ല. നമുക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കിട്ടണമെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. എന്തെങ്കിലും അത്യാവശ്യങ്ങൾക്കൊക്കെ ഉപകരിക്കപ്പെടും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ OnScore എന്നുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. OnScore എന്ന് പറഞ്ഞ് പ്ലേ സ്റ്റോറിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ പാൻ നമ്പറും ഡീറ്റെയിലും പിന്നെ അതുപോലെ തന്നെ ഇമെയിൽ ID അതിനകത്ത് കൊടുക്കാൻ ചോദിക്കും. ഇമെയിൽ ID എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ആഡ് ചെയ്തേക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻ നടക്കുന്ന ബാങ്ക് അക്കൗണ്ടിൽ കൊടുത്തേക്കണം ഇമെയിൽ ID ആയിരിക്കും നമ്മൾ അതിൽ തന്നെ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇമെയിൽ ID അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നേരെ പോയിട്ട് ബാങ്കിൽ ഇമെയിൽ IDയും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇതൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഐഫോൺ യൂസേഴ്സിനായിട്ട് ഈ ആപ്ലിക്കേഷൻ നമുക്ക് അതിനകത്ത് അവൈലബിൾ അല്ല. നമുക്ക് ഈ ബ്രാഞ്ച് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ അവൈലബിൾ അല്ല. പക്ഷേ വെബ്സൈറ്റിനകത്ത് ഗൂഗിൾ ക്രോമോ അല്ലെങ്കിൽ സഫാരിയിലോ കയറിയിട്ട് ബ്രാഞ്ച് ലോൺ എന്നടിക്കുമ്പോഴത്തേക്ക് തന്നെ ഒരു വെബ്സൈറ്റിനകത്ത് അതിന് വരും. അപ്പോൾ അതിനകത്ത് കയറിയിട്ട് നമുക്ക് റീപേയ്മെൻറ്റ് ചെയ്യാനേ ഉള്ളൂ. അപ്പം ആദ്യമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ വേറൊരു ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്യുക. പക്ഷേ ആ സിമ്മും നമ്മുടെ ആ ഫോണിൽ തന്നെ വേണം. അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നീട് റീപേയ്മെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ വെബ്സൈറ്റിനകത്ത് കയറിയാൽ മതി, റീപേയ്മെൻറ്റ് എല്ലാം. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാം ക്ലോസ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പുതിയതായിട്ട് പൈസ ലോണിന് അപ്ലൈ ചെയ്യണമെങ്കിൽ ആൻഡ്രോയിഡ് ഫോണിന് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ മണി വ്യൂ ആപ്ലിക്കേഷനും ഐഫോണിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഗൂഗിൾ പേ യൂസ് ചെയ്യുന്നത് പോലുള്ള അത്രയും ഫീച്ചറും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെന്നേ ഉള്ളൂ. അതിനകത്തും ഈ ഐഫോണിനകത്തൊന്നും ഒരു മണി വ്യൂ ആപ്ലിക്കേഷൻ ഉണ്ടെന്നുള്ളൊരു പേരിന് മാത്രമേ ഉള്ളൂ. അതിനകത്തൊന്നും അപ്ലൈ ചെയ്യാനൊന്നും പറ്റിയൊന്നുമില്ല. ഞാനത് നോക്കിയായിരുന്നു. അപ്പോൾ ആൻഡ്രോയിഡ് ഫോണിനകത്ത് റീപേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരിത് മാത്രം അവരിങ്ങനെ കൊടുത്തേക്കണമെന്നേ ഉള്ളൂ. എന്തുണ്ടെങ്കിലും ആൻഡ്രോയിഡ് ഫോണിനകത്ത് ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ബ്രാഞ്ച് ആപ്ലിക്കേഷനകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് ഒന്ന് സിവിൽ ഒരു 400-ന് മുകളിൽ 400-450-ന് മുകളിൽ സിവിൽ ഉണ്ടായിരിക്കണം. സിവിൽ ചെക്ക് ചെയ്ത് നോക്കണമെങ്കിൽ OnScoreൻ്റെ കാര്യം പറഞ്ഞാൽ അതിൽ നോക്കുമ്പോഴത്തേക്ക് സിവിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാൻ കാർഡ് അതുപോലെ തന്നെ ആധാർ കാർഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്ത് വേണം ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട്. സെൽഫിയൊക്കെ എടുക്കാനുള്ള ഒരു ഓപ്ഷനൊക്കെ ചോദിക്കും. അപ്പോൾ അതെല്ലാം കറക്റ്റ് ചെയ്ത് ചെയ്യുക. ബ്രാഞ്ചിൽ എന്തായാലും പെട്ടെന്ന് ഒരിത് കിട്ടും. ഞാൻ മറ്റ് ലോൺ ആപ്ലിക്കേഷനെ കുറിച്ച്
എനിക്ക് ഒരിതില്ല, വലിയ ഒരു അഭിപ്രായം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോഴത്തേക്ക് ബാക്കിയുള്ള ഇതിൽ എന്തെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ദിവസം പെൻഡിങ് വന്നു കഴിഞ്ഞാലോ, പെൻഡിങ് ഈ ഓൺലൈൻ ആപ്പുകളിലൊന്നും പെൻഡിങ് വരുത്താതിരിക്കുക. ഒരു ദിവസം മുന്നെങ്കിലുമൊക്കെ അത് അടച്ച് ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും കിട്ടാതാവും. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വരുന്ന സമയത്ത്, ഇഷ്യൂ വരാതെ ഒരു 3-4 ദിവസം മുമ്പേ മറ്റേ ആപ്ലിക്കേഷൻ നിന്നൊക്കെ കോൾ വന്നു തുടങ്ങും. ഒരു 10,000 പ്രാവശ്യം വിളിക്കും അവന്മാർ, കസ്റ്റമർ കെയറിന് ആൾക്കാർ. അങ്ങനെയുള്ള ഇഷ്യൂ ഒന്നും ഇതിനകത്തൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം.